നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 17-18 തീയതികളിൽ മിഥുന രാശിയുടെ ഫലമാണ് ഇതിൽ പറയുന്നത്. മിഥുന രാശിയും മിഥുന ലഗ്നവും. അപ്പോൾ നിങ്ങൾക്കറിയാം, മെയ് 2026 ജൂൺ 2 മുതൽ മിഥുന രാശിക്കും മിഥുന ലഗ്നത്തിനും അത്യധികം ഗുണാധിക്യമുള്ള കാലം വരാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ. അപ്പോൾ അത് ഈ ജൂൺ 2 വ്യാഴം മാറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ചെറിയ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് തുടങ്ങുക തന്നെ ചെയ്യും. ചിലർക്കൊക്കെ ഇപ്പോഴേ തന്നെ അത് അനുഭവപ്പെട്ടു തുടങ്ങി കാണും. അത് പക്ഷേ ഈ ഗ്രഹനിലയിൽ, നിങ്ങളുടെ പ്രത്യേകമുള്ള ജാതകത്തിലെ ഗ്രഹനിലയിൽ വ്യാഴം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ 2 മുമ്പ് തന്നെ നിങ്ങൾക്ക് ഭാഗ്യകാലം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് മെയ് 17-18 തീയതികളിൽ ഇവർക്ക് 3 ഗ്രഹങ്ങൾ 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് വരുന്നു, ചന്ദ്രൻ ഉൾപ്പെടെ. ഓക്കെ, അതുകൂടാതെ നേരത്തെ തന്നെ വ്യാഴവും ശനിയും പ്രതികൂലമായിരുന്നു. എങ്കിലും ഇവിടെ ഈ പ്രത്യേക ദിവസങ്ങളിൽ വ്യാഴവും ശനിയും ചന്ദ്രനും ബുധനും സൂര്യനും ഒരുമിച്ച് പ്രതികൂലമായിട്ട് വരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഈ 17-18 തീയതികളിൽ മിഥുന രാശിക്കാർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ലെന്ന് മാത്രമല്ല, അല്പം സൂക്ഷിക്കേണ്ട ദിവസങ്ങളുമാണ്. അപ്പോൾ അത് പിന്നെ ഒരു ഗുണമുള്ളത്, ഈ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും സൂര്യനും ശനിയും മാത്രമാണ് പാപഗ്രഹങ്ങൾ. ബാക്കി 3 വ്യാഴവും ചന്ദ്രനും ബുധനും ശുഭഗ്രഹങ്ങളാണ്. അപ്പോൾ ശുഭഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ അത്ര വലിയ ദോഷങ്ങളൊന്നും വരില്ല. പക്ഷേ എന്നാലും നമ്മുടെ ശനിയും സൂര്യനും പ്രതികൂലമാണ്. ഓക്കെ, അപ്പോൾ അത് കൂടാതെ നമുക്ക് 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാവും കണ്ട ശനി ആണെങ്കിലും. പക്ഷേ ഈ സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായെന്ന് വരാം. അത് മാത്രമല്ല, ഈ ഇടവമാസം മുഴുവൻ ഈ ഫലം നിൽക്കുന്നു സൂര്യൻ്റെ. ബാക്കിയെല്ലാം ഇടയ്ക്ക് മാറും. ഒന്നാമത് മെയ് 29 ബുധൻ മാറും. അതുപോലെ തന്നെ മറ്റ് പല ഗ്രഹങ്ങൾക്കും മാറ്റം വരും. അപ്പോൾ മിഥുനം രാശിക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ. എങ്കിലും നമുക്ക് ജൂൺ 2 തീയതിക്ക് മുമ്പ് തന്നെ വ്യാഴത്തിൻ്റെ ഒരു നല്ല ഫലം വന്നു തുടങ്ങും. 2ാം ഭാവത്തിലേക്ക്, ധനസ്ഥാനത്തേക്ക്, ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്ന ആ ഷാർപ്പ് ഡേക്ക് മുമ്പ് തന്നെ നേട്ടങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ എങ്കിലും ഇവിടെ 12ാം ഭാവത്തിൽ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ, ബുധൻ, സൂര്യൻ ഇവ 3 കൂടെ ഒരുമിച്ച് നിങ്ങളുടെ 12ാം ഭാവത്തിൽ വരികയാണ്. അത് കൂടാതെ സൂര്യൻ ഈ മിഥുന മാസമാകുമ്പോൾ നിങ്ങളുടെ ജന്മത്തിലും വരും. അപ്പോൾ അതൊക്കെ ദോഷമാണ്. എങ്കിലും ഇപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്രൻ നമ്മുടെ ഇതിനകത്ത് എന്താ പറയുക, ലഗ്നത്തിൽ വരുമെങ്കിലും അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ചെറിയ പ്രശ്നമാണ്. പക്ഷേ അത് ഞാൻ വളരെ ഗൗരവമായിട്ട് നിങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് തീർച്ചയായിട്ടും മറ്റ് ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നപ്പോഴുണ്ട്. അത് ജൂൺ 21 വരെ അത് തുടരും. അപ്പോൾ അതൊക്കെ നേട്ടങ്ങളാണ്. പിന്നെ സർപ്പവും ശിഖയും അനുകൂലമായിട്ട് നിൽക്കുന്നു. ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നു. അതൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും ധനവരവുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും.
അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തൊക്കെ ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ഇതെല്ലാം ലഭിക്കും. എങ്കിലും നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ 17-18 തീയതികളിൽ നമ്മൾ ഞായറാഴ്ച, അതുപോലെ തന്നെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക, വ്യാഴാഴ്ച മഹാവിഷ്ണുവിനും വഴിപാട് നടത്തുക. ഓക്കെ. പിന്നെ ശനിയാഴ്ച പതിവ് പോലെ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അപ്പോൾ ഇവർക്ക് കാര്യമായ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിലും 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ്. ഓക്കെ, അല്പം ശ്രദ്ധിച്ചേക്കുക. ഇതിൽ ആയിട്ടുള്ളത് ശനിയും സൂര്യനുമാണ്. അപ്പോൾ സൂര്യൻ ഈ പറഞ്ഞതൊക്കെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. പിതാവിന് അല്ലെങ്കിൽ തുല്യരായവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. മക്കൾക്കും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഭാഗ്യം പോലെ തന്നെ നിർഭാഗ്യവും നമുക്ക് കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ, ഇവയൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് മറികടക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ മിഥുന രാശിക്ക് ജൂൺ 2 മുതലല്ല, അതിന് മുമ്പ് തന്നെ, ആ ഡേറ്റ് ഷാർപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. തീർച്ചയായിട്ടും ഏകദേശം 1 വർഷം നിങ്ങൾക്ക് ഭാഗ്യകാലമാണ്. അതിൽ തന്നെ ചെറിയ ഈ ഭാഗ്യക്കുറവ് വരുന്ന ദിവസങ്ങളുമുണ്ട്. അതൊക്കെ ഞാൻ ഞങ്ങളുടെ ചാനലിൽ 2 ദിവസം കൂടുമ്പോൾ ഇടുന്ന ദിനഫലം അല്ലെങ്കിൽ രാശിഫലം നോക്കിയാൽ മതി. എന്തായാലും പൊതുവെ പറയുകയാണെങ്കിൽ മിഥുനം രാശിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂൺ 2 തൊട്ട് 1 വർഷം 12 മാസം 365 ദിവസം അടിപൊളി ദിവസങ്ങളാണ്. അതിൽ തന്നെ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലിൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ, ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനായി ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ മിഥുനം രാശിക്കാർക്കും മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.